എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഈഗിൾ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറെ പലർക്കും അറിയുമായിരിക്കും. ഈ ടെലഗ്രാമിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളുടെ പിന്നാലെയാണ് പുള്ളിക്കാരൻ. ഈ ടെലഗ്രാമിൽ ഈ സിനിമ കാണുന്നതിലും ഈ തുണ്ടു വീഡിയോസ് കാണുന്നതിനും അപ്പുറത്തേക്ക് ചില ഗ്രൂപ്പുകളുണ്ട്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. സംഭവം എന്ന് പറയുന്നത് ഈ പൈസ, അതായത് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആയാലും ആരുടെ ആയാലും ഫോട്ടോ കൊണ്ട് അയച്ചു കൊടുത്താൽ 200 രൂപ കൊടുത്താൽ 30+ വീഡിയോസ് ചെയ്തു തരുന്ന ടെലഗ്രാം ഗ്രൂപ്പുകൾ. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാ ഇതൊക്കെ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും നിലവിൽ പ്രചാരത്തിലുള്ള ഒരു സംഭവമാണ് ഈ AI എന്ന് പറയുന്നത്. ഗുണത്തേക്കാൾ ഏറെ ദോഷമുള്ള ഒരു വസ്തുവായി ഇപ്പൊ AI മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ. ഇവിടെ എന്താ നടക്കുന്നത്? എനിക്ക് ആലോചിച്ചിട്ട് എത്തുമ്പോഴും കിട്ടല്ല. എനിക്ക് പേടിയാവുന്നളിയാ. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ഇപ്പൊ എന്തൊരു വീഡിയോ വന്നാലും അതിൽ റിയൽ എന്താണ് AI എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. ഇതിലേത് വായനാണ് പഠിച്ചോന് ഒറിജിനല്? കൺഫ്യൂഷൻ. എന്തായാലും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ ഈഗിൾ എന്താക്കി, ഈ ഗ്രൂപ്പിന് പിറകിലുള്ള ആളുകളൊന്ന് തെരഞ്ഞു പിടിക്കാൻ നോക്കി. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അങ്ങനെ തേടി പോയപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിർമ്മിച്ചു കൊടുക്കുന്ന ഒരുത്തനെ കിട്ടി. ഞാൻ ഇന്നലെ ഇതില് ഈ വിൽക്കുന്ന പയ്യനിൽ ഒരുത്തനെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചായിരുന്നു. എന്തായാലും ഇതിനേക്കാളും എന്നെ ഞെട്ടിച്ച വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഇവന്റെ പ്രായം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. ഒരു 15 വയസ്സുകാരനാണ് ഇങ്ങനെയുള്ള ടെലഗ്രാം ഗ്രൂപ്പുകൾക്കെല്ലാം പിറകിൽ. ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ അവന്മാരൊക്കെ വലുതാവുമ്പോ എന്തായിരിക്കും? ഈശ്വര, നിനക്ക് ഈ ന്യൂ ജനറേഷനെക്കാളും ഒന്നുകൂടെ പഴയ തലമുറ തന്നെയാവട്ടെ ബെറ്റർ. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിനെ കുറിച്ച് ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഐപാഡ് എടുത്ത് വെക്കും. ആ ഐപാഡിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ആളുടെ ഫോട്ടോ ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ പുറത്ത് മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും. 4-5 വീഡിയോസ്. ഈ വീഡിയോസ് കാശ് കൊടുത്ത് മേടിക്കാൻ ആൾക്കാരുണ്ട്. എന്തൊക്കെ തരം മനുഷ്യന്മാരാണല്ലേ നമ്മുടെ നാട്ടിലുള്ളത്. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. ഇനി മൂന്നാമതൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഈഗിൾ ഗെയിമിംഗ് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സംസ്കാരമുള്ളവർ ചെയ്യുന്ന പണിയാണ്. പാപമല്ലേ, മഹാപാപം. നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ഇനി നാലാമതൊരു ടൈപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിലിരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിടും. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അപ്പൊ വൈകിട്ട് കാണാം.